പുതിയ നോക്കുന്നവരുണ്ടെങ്കിലും ധൈര്യമായിട്ട്. കാരണം പുതിയതിന് 23,500 23,400 ഇപ്പൊ എന്തോ ഇയർ ബാക്ക് വണ്ടികളുണ്ട്, അതിന് പോലും ഓഫർ കഴിച്ചിട്ട് ഇപ്പോൾ 22,500 വില ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കസ്റ്റമർക്ക് 6-7 ലക്ഷം മാറ്റമായി വന്നു കഴിഞ്ഞു. ആ ഫുൾ ഓപ്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 360 ക്യാമറയും വെന്റിലേഷൻ സീറ്റും ഇല്ല. ആ രണ്ടൊഴികെ ബാക്കി എല്ലാ ഓപ്ഷൻസും എല്ലാം വരുന്നുണ്ട്. ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, സ്ക്രീന്, ക്യാമറ, മൊത്തത്തിലൊന്ന് പൊടി പിടിച്ച് എടുക്കാണല്ലോ. ഒന്ന് ഇപ്പം എക്സ്ചേഞ്ച് ആയിട്ട് വന്നായിരുന്നു വണ്ടി. അപ്പോൾ MG എടുത്തു അവർ, ഇത് എക്സ്ചേഞ്ച് ചെയ്താണ് വന്നിട്ടേ ഉള്ളൂ. ഒന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2021 മോഡൽ 11 മാസം HTX IMT പെട്രോൾ ആണ് വാഹനം വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. അനസിന്റെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ, ക്യാപ്സിൽ വെച്ചിട്ട് കോഴിക്കോട്. അനസ എന്താ നമുക്ക് ഏതൊക്കെ സുഖല്ലേ മൊത്തത്തിൽ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, വാഹനങ്ങൾക്കൊക്കെ സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരുന്നു തോന്നുന്നു. ആയിക്കോട്ടെ. ഓക്കെ, ഇവരൊക്കെ ഇറക്കി വിടണം. കെട്ടിച്ചു വിടാനുള്ള വണ്ടികളാണ്. നിങ്ങളെ കല്യാണം കഴിഞ്ഞില്ലേ? പിന്നെ വണ്ടികളിൽ ഏതൊക്കെ സെഗ്മെന്റാണ് ഉള്ളത്? എല്ലാ SUV സെഗ്മെന്റുകളാണ് ഉള്ളത് നമുക്ക് ഇന്നത്തെ അല്ല ഫുള്ള്. അതിൽ മിനി SUV ഇട്ടിട്ട് SUV സെഗ്മെന്റ് കാര്യങ്ങളെല്ലാ വണ്ടികളും ഉണ്ട്. കോമ്പാക്ട്, ഫുൾ സൈസ് SUV എല്ലാം ഉണ്ട്. ഓക്കെ, കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. ക്യാപ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പിന്നെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം എൻജിൻ ഗിയർ ബോക്സിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. എല്ലാം ഒരു ഒത്തപ്പിച്ച വിലക്ക് കൊടുക്കാൻ പറ്റുമല്ലോ? കാണുന്നവർ നിരാശപ്പെടില്ലല്ലോ? ഉറപ്പല്ലേ? ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നിരാശപ്പെടുത്തൂല. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. നമ്മൾ 6 ലക്ഷത്തിലേക്ക് അടുക്കാറായി. ഓക്കെ, കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇടുക. ആദ്യ വാഹനം സോണറ്റ് ആണ്. KL 64 രജിസ്ട്രേഷനാണ്. ചാലക്കുടി വണ്ടി. എങ്ങനെയാ? 2021 മോഡലാണ്. HTX IMT ആണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 21 സെക്കൻഡ് ഓണർഷിപ്പ്, 45,000 HTX ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വെന്റിലേഷൻ സീറ്റ്, 6 എയർ ബാഗ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ സൺറൂഫ്, പുഷ് ബട്ടൺ, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, ഫോഗ് ലാമ്പ്, ഡിഫോഗർ, അലോയ്സ് എല്ലാം വരും. അലോയ് വീല്, സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. IMT ആണല്ലേ പറഞ്ഞത്? IMT ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ഗിയർ ഉണ്ടാവും, ക്ലച്ച് ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് വൈബ് ആയിരിക്കും വണ്ടി. അതെ, ഗിയറിൽ ഓടിച്ചു പോവുകയും ചെയ്യാം. ഒന്നുമില്ല. ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 8,90,000 രൂപ. 8,90,000. 21 IMT HTX സോണറ്റ് സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും? നമുക്കൊരു 8 lakh ഒക്കെ ലോൺ വരും. ഇത് വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്യാനൊന്നും. ഇതിന് 6 months 1 year എത്രയാണ് വാറണ്ടി കൊടുക്കുന്നത്? 1 year വരെ കൊടുക്കാം. എഞ്ചിൻ ഗിയർ ബോക്സിനാണ്. 1 year അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. കിയ സെൽട്ടോസ് ആണ് അടുത്ത വാഹനം. KL 5 രജിസ്ട്രേഷൻ വണ്ടി, കോട്ടയം വണ്ടിയാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. 11 മാസം വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള HTK പ്ലസ് IMT. ഇതും IMT തന്നെയാണ്. HTK പ്ലസ് ആണ്. നേരത്തെ കണ്ട ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഇതിനകത്ത് പറയുമ്പോൾ ഡിഫറൻസ് കാര്യമായിട്ട് ബാക്ക് സീറ്റിൽ ഹാൻഡ് റെസ്റ്റ് ഉണ്ടാവില്ല. അത് അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ. ഇത് ബാക്കി അലോയിൽ സ്ക്രീനും ക്യാമറയും എല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ എല്ലാം ഇതിനകത്തും വരുന്നത്. സൺറൂഫ് അടക്കം എല്ലാ ഓപ്ഷൻസും ഇതിനകത്തും ഉണ്ടാവും. ഇത് മോഡൽ ഒന്നുകൂടി കൂടി. നേരത്തെ കണ്ട സോണറ്റ് 21 ആയിരുന്നു. ഇത് 22 ആണ്. 2022 ന്യൂ ബാഡ്ജിങ് വരുന്ന കിയ സെൽട്ടോസ് അല്ലേ? IMT തന്നെയാണ്. HTK പ്ലസ്. ഓട്ടത്തിലെ പറഞ്ഞേ 30,000 നോർമൽ ഓട്ടോ ആണ്. ക്ലെയിം ഒന്നും ഇല്ല. കമ്പനി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, 2025 11 മാസം വരെ ഉണ്ട് ഓൾറെഡി കമ്പനി വാറണ്ടി. ഈ വർഷം 11 മാസം വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ്. കമ്പനി വാറണ്ടി തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമ്മളടുത്ത് തന്നെ, അതായത് സെക്കൻഡ് ഓണർ ആയത് നമ്മളടുത്ത് തന്നെ ഒരു അഷ്കർ എന്ന് പറഞ്ഞിട്ട് പുള്ളി എടുത്തതാണ് വണ്ടി. പുള്ളി ഗൾഫിൽ പോവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും റിട്ടേൺ കൊണ്ടുവന്ന് നമ്മളെ റിട്ടേൺ പോളിസിയിൽ റിട്ടേൺ കൊണ്ടുവന്ന് വെച്ചതാണ്. ഓക്കെ, മൈലേജ് എത്ര കിട്ടും? സെൽട്ടോസ് ഒക്കെ എന്തായാലും ഒരു 15-16 റേഞ്ച് പെട്രോളിൽ തന്നെ കിട്ടുന്നുണ്ട്. പെട്രോൾ തന്നെ മൈലേജ് കിട്ടും. അതെന്തായാലും കൺഫേം ആയിട്ട് കിട്ടും ആ റേഞ്ച്. അതായത് സ്ട്രേറ്റ് റോഡ് ആട്ടോ പറയാം. സിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു 12 തൊട്ടിട്ട് 14 ആ റേഞ്ച് ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, പ്രൈസിങ് ലോൺ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 12,90,000 രൂപ. HTK പ്ലസ് 2022 IMT ഓട്ടോമാറ്റിക്. ഓക്കെ, അതാണ് എൻ്റെ ഒരു 11.5 ലോൺ ഉണ്ടോ? കിട്ടും, സുഖമായിട്ട് കിട്ടും. മാക്സിമം കയറല്ലോ. സുഖമായിട്ട്. ഇതാ വീണ്ടും ഒരു കിയ സെൽട്ടോസ് KL 38 രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് HTX 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏത് ഓട്ടോമാറ്റിക്കാ?
ഗിയർ ബോക്സ് ഏതാ? IVT ആണ്. IVT IMT എല്ലാം വരുന്നുണ്ട് അതുകൊണ്ടാണ് IMT അല്ല, ഫുള്ളി ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ IVT 2022 വാഹനം HT X ആണ് ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ. ഓട്ടം 30,000 കിലോമീറ്റർ, 30,000. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2025 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, കഴിയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാം, അതാണ് സജഷൻ. കാരണം വെച്ചാൽ എക്സ്റ്റൻഷനും വാറണ്ടി എക്സ്റ്റൻഷനും അതേപോലെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും എടുക്കാൻ നോക്കാം. ഈ ഇതിൻ്റെയൊക്കെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ആകെ 29 റുപ്യ ഉള്ളൂ. ഓക്കെ. നേരെ മറിച്ച് ഇതിൻ്റെ പാർട്സിന് ഏതാണ്ട് 1-2 സാധനങ്ങൾ പ്രശ്നം വരുമ്പോൾ ഈ പൈസയാവും. ഈ സാധനം 2 വർഷത്തേക്കാണ്. 2 വർഷം ധൈര്യമായിട്ട് കൊണ്ടു നടക്കാം അല്ലേ? നമുക്ക് എന്ത് പണി വന്നാലും നമുക്ക് കയ്യിൽ നിന്ന് പൈസ പോലും അതോ ധൈര്യമാണ്. അതെ. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം ഇത്? ഇതിപ്പോൾ റേറ്റ് ചോദിക്കുന്നത് നമ്മൾ 14,90,000 രൂപ. 14,90,000 2022 HT X IVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഓക്കെ. വേറെ അല്ല, അപകടങ്ങളൊന്നും, നല്ല വണ്ടിയാണ്. ലോൺ എത്ര ആയിരുന്നു? ലോൺ നമുക്കൊരു 85-90% ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ലോണിൻ്റെ പേപ്പേഴ്സ് പലപ്പോഴും ചോദിക്കാറുണ്ട് പല കസ്റ്റമേഴ്സും വിളിച്ചിട്ട്. അവർക്ക് വേണ്ടി ജസ്റ്റ് പറയാം, ഫോട്ടോ, ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലാൻഡ് ടാക്സിൻ്റെ കോപ്പി, ഇതിന് ഡോക്യുമെന്റ്സ് ആണ്. ഈ ലാൻഡ് ടാക്സ് സ്വന്തം പേരിലില്ലെങ്കിൽ ആരെങ്കിലും ജാമ്യം തന്നാൽ മതി? ഫാമിലിയിലുള്ള ആരെങ്കിലും, റിലേഷനിലുള്ള ആരെങ്കിലും ഒരാൾ നിന്നാൽ മതി. ബ്ലഡ് റിലേഷൻ വേണമല്ല? അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫിനാൻസ് കഴിഞ്ഞ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മാറ്റങ്ങളൊക്കെ വരും. ഓക്കെ. ഏറ്റവും കുറച്ച് ചെയ്യുമ്പോൾ ഈ പറയുന്ന ക്രൈറ്റീരിയ. ഓക്കെ. അടുത്ത വണ്ടിയിൽ കിയ കാരൻസ് ആണ് അടുത്ത വാഹനം. KL11 രജിസ്ട്രേഷൻ ആണ്. 7 സീറ്ററിൽ അത്യാവശ്യം ലക്ഷൂറിയസ് ഫീലിംഗിൽ പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് അല്ലേ? ടോപ്പിൻ്റെ ലക്ഷറി പ്ലസ് ആണ്. ഓപ്ഷൻ പോലെ തന്നെ ലക്ഷറിയിൽ. ഇത് സെക്കൻഡ് റോയിലും വെന്റിലേഷൻ സീറ്റ് വരുമോ? ഇല്ല. ഫസ്റ്റ് റോയിൽ മാത്രമേ അതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ എപ്പോഴും പറയുന്ന പോലെ ഇതിന്റെ ബാക്ക് സീറ്റ് കുറച്ച് സൗകര്യമുള്ളതാണ്. ഏതാ മോഡലൊക്കെ? ഇത് 2022 മോഡൽ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് AT ആണല്ലേ വരുന്നത്? DCT വരാം. ഓക്കെ. DCT പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയില്ല. 2022 മോഡൽ. ഇതിന്റെ വാറണ്ടിയുടെ അവസ്ഥ എന്താ ഇപ്പോൾ? 2025 3 മാസം വരെയുള്ള. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ കഴിയാറായി ഏകദേശം 3 മാസം വരെ ഉള്ളൂ. നല്ലൊരു 7 സീറ്റർ, ഇത്രയും സുഖം അനുഭവിച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു 7 സീറ്റർ. നല്ല വണ്ടി. ഓക്കെ. മൈലേജും ഉണ്ട്. എത്ര ഉണ്ടാവും? എന്തായാലും ഒരു 15 വരെ മൈലേജ് കിട്ടും. പെട്രോൾ ഓട്ടോമാറ്റിക്. അപ്പോൾ 7 സീറ്ററിലൊക്കെ ആ ഒരു മൈലേജ് കിട്ടാന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ അതും. ഓക്കെ. പ്രൈസിങ് ലോൺ ഇത് നമ്മൾ ചോദിക്കുന്ന 15,90,000. 15,90,000 അല്ല? ലോൺ എത്ര കിട്ടും ഇതിൽ? നമുക്കൊരു 85% ലോൺ കയറും. 85% വരെ ലോൺ സൗകര്യം കിട്ടുന്ന ഒരു 7 സീറ്റർ വണ്ടി. താല്പര്യമുണ്ട്, വിളിച്ചോ പെട്ടെന്ന് തന്നെ. പുതിയ നോക്കുന്നവരുണ്ടെങ്കിലും ധൈര്യമായിട്ട്. കാരണം പുതിയതിന് 23,500 ഇപ്പൊ എന്തോ ഇയർ ബാക്ക് വണ്ടികളുണ്ട്. അതിന് പോലും ഓഫർ കഴിച്ചിട്ട് ഇപ്പോൾ 22,500 വില ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കസ്റ്റമർക്ക് 6,00,000 രൂപ മാറ്റായി വന്നു കഴിഞ്ഞു. ഓക്കെ. താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലുണ്ട്. വീണ്ടും ഒരു വൈറ്റ് സോണറ്റ് ആണ്. KL77 പേരാമ്പ്ര രജിസ്ട്രേഷൻ വണ്ടി, കോഴിക്കോടില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ, 15 മാസം, HTX IMT പെട്രോൾ ആണ് വാഹനം വരുന്നത്. IMT പെട്രോൾ HTX ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. IMT പെട്രോൾ നേരത്തെ കണ്ടാതെ സാധനം. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. ഓക്കെ. പിന്നെ പെട്രോൾ IMT സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 20,000 മാത്രം ഓടിയുള്ളൂ. നല്ല നീറ്റ് വണ്ടിയാണല്ലേ? പക്ക നീറ്റ് വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്, സെമി ഓട്ടോമാറ്റിക്. അതെ. ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാം. എങ്ങനെയാ ഇത് നമ്മൾ വയ്ക്കുന്നത് 9,90,000 രൂപ. സെയിം നമ്മൾ നേരത്തെ കണ്ട സെയിം ആണ്. അതിന് ഡിഫറെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾഡ് എംബ്ലോ ആണ്, ഇത് ന്യൂ ഷേപ്പ് എംബ്ലോ ആണ്. പിന്നെ അതിലേക്ക് വരുന്ന സമയത്ത് അത് 42 ഓടിയത്, ഇത് 20 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ഇത് സിംഗിൾ ഓണർഷിപ്പ്. അതിൻ്റെതായ മാറ്റം അതിന് വരുത്തിയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ നീറ്റ്നസ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഒരു 8.5 ലക്ഷമൊക്കെ ലോൺ കയറും. ലോൺ സുഖമായിട്ട് കയറും. വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇപ്പൊ ഇല്ല. വാറണ്ടി നമ്മളെ വാറണ്ടി ഉണ്ടാവും. 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി മാത്രമല്ല. അടുത്തത് ഒരു അൽക്കാസർ ആണ്. ഹ്യുണ്ടായി അൽക്കാസർ. 6 സീറ്ററോ 7 സീറ്ററോ? ഇത് വരുന്നത് 7 സീറ്റർ ആണ്. KL2 രജിസ്ട്രേഷൻ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. ഡീസൽ, മാനുവൽ, പ്ലാറ്റിനം O എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. ഡീസൽ മാനുവൽ ആണ്. 2022 വണ്ടി. ഓക്കെ, പറഞ്ഞോളൂ. സിംഗിൾ ഓണർഷിപ്പ്, 54,000 കിലോമീറ്റർ ഓടി. ടോപ്പിന്റെ തൊട്ട് താഴെ ഇത്
ടോപ്പിൻ്റെ തൊട്ട് താഴെ, അതായത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വെന്റിലേഷൻ സീറ്റ് വരില്ല, വെന്റിലേഷൻ സീറ്റ് ഇല്ല. ബാക്കി ഒരുവിധം പുഷ് ബട്ടൺ, അലോയിൽ, സ്ക്രീന്, ക്യാമറ എല്ലാം വരുന്നത്. പനോരമിക് സൺറൂഫ് ഒരുവിധം എല്ലാ ഓപ്ഷൻസും. കൂടുതൽ മോഡലുകളും 2022 ആണല്ലേ ഇന്ന് കണ്ടത്? ഒരുപാട്. ഇനിയിപ്പോൾ അൽക്കസാർ ഒന്ന് വരാനുണ്ട്, ഡീസലും പെട്രോളും 2 ഓട്ടോമാറ്റിക് വരാനുണ്ട്. അതും ഈ പറയുന്ന പോലെ 2022, 2023 തന്നെയാണ്. ഇത് ഡീസലിന് മൈലേജ് എത്ര കിട്ടും? ഇത് മൈലേജ് മാനുവൽ ആയതുകൊണ്ട് ഒരു 18 വരെ സ്ട്രൈറ്റ് റോഡ് മൈലേജ് കിട്ടും. സിറ്റിയിലാണെങ്കിൽ ഒരു 13-14 റേഞ്ച് സിറ്റിയിലും മൈലേജ് കിട്ടും. 7 സീറ്ററിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു അൽക്കാസർ വീഡിയോ ചെയ്തപ്പോൾ പ്രൈസ് ഒന്ന് മാറിപ്പോയി, അതിന് ക്ഷമ ചോദിക്കുന്നു. രണ്ടുപേരും ഒരു മൈൻഡ് കിട്ടിയില്ല. സ്പോട്ടിൽ തന്നെ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒറിജിനൽ വില എത്രയാണെന്നുള്ളത്. പക്ഷെ അത് ആ കമന്റ് ശ്രദ്ധിക്കാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ വീഡിയോ കണ്ടിട്ട് നമ്മളെടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പരാതികൾ പറഞ്ഞു. കാരണം 3-4 തവണയൊക്കെ കണ്ടിട്ടാണ് അവർ ഒരു വണ്ടി കൺഫേം ആയത്. അത്രയും നേരം കണ്ടത്. സോറി, ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും. അപ്പോൾ ഇനി ഇതിന്റെ വില കിട്ടുന്നുണ്ടോ? ഇതിന്റെ കിട്ടുമെന്നില്ല. ഇതിന്റെ നമ്മൾ ചോദിക്കുന്നത് 15,90,000 രൂപ. 15,90,000 2022 ഡീസൽ മാനുവൽ പ്ലാറ്റിനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 90% ലോണും കിട്ടുമല്ലോ? കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത വണ്ടി സെൽട്ടോസ് KL1 തിരുവനന്തപുരം വണ്ടിയാണല്ലോ? അതെ. എങ്ങനെയാ ഇത് 2022 മോഡല്. നേരത്തെ കണ്ട പോലെ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള HTX IVT ഓട്ടോമാറ്റിക് വാഹനമാണ്. 2022 ആണ് ഇതും. വേറെ 21 ഒരൊറ്റ വണ്ടിയായിട്ട് കണ്ടിട്ടുള്ളൂ തോന്നുന്നു. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സോണറ്റ് 21 ആണല്ലേ? ബാക്കി എല്ലാം 22 മോഡൽ വണ്ടി. 22 കൂടുതലും കണ്ടത്. ടോപ്പിന്റെ താഴേക്ക് വരുന്ന ഓപ്ഷൻ തന്നെ XL പറഞ്ഞ HTX, അതായത് പുഷ് ബട്ടൺ, സൺറൂഫ്, സ്റ്റിയറിംഗ് കൺട്രോൾ. സൺറൂഫ് താഴത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പൊടിയാറുണ്ടോ? ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതൊക്കെ വാറന്റി ഉള്ള വണ്ടി തന്നെയാണ്. കമ്പനി വാറന്റി ഉണ്ടോ? അതോ കമ്പനി വാറന്റി ഉണ്ട്. അണ്ടർ വാറന്റിയിൽ നിൽക്കാണ് പുതിയ ബാറ്റിങ്ങിൽ വരുന്ന വണ്ടി. എത്ര ഇപ്പോൾ നമ്മൾ 14,90,000 ചോദിക്കുന്നത്. സെയിം നേരത്തെ ചോദിച്ചാണല്ലോ, 14,90,000. ഓക്കെ, 14 lakhs വരെ ലോണും കിട്ടും. 14 lakh വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. വേറെ പണിയൊന്നുമില്ല? ഇല്ല, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇവിടുന്ന് എടുക്കുന്ന വണ്ടിയൊക്കെ ഒരു ജനറൽ സർവീസ് വേണോ അതോ നിങ്ങൾ ചെയ്തിട്ട് കൊടുക്കും? എങ്ങനെയാണ്? അല്ല, നോർമലി ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്യാനായ വണ്ടികളുണ്ടെങ്കിൽ, അതായത് അടുത്ത ഒരു 1000 കിലോമീറ്ററിനുള്ളിൽ സർവീസ് ചെയ്യണം എന്നുള്ള വണ്ടികൾ നമ്മളൊരു 80% സർവീസ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ കസ്റ്റമർ അടുത്ത് പറയും ചെയ്യണം, അതിനനുസരിച്ച് റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് എന്നുള്ള രീതിയിലുണ്ടാവും ചില കേസസ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ജീപ്പ് കോമ്പസ് ആണ്. പക്ഷേ സത്യത്തിൽ ഇവനല്ല ഇവൻ വേറൊരുത്തന് വേണ്ടിയിട്ട് ഇവനെ കാണിക്കുന്നതേ ഉള്ളൂ. അവനിവിടെ ഇല്ല. പറഞ്ഞോളൂ, എങ്ങനെയാ? ഇത് 2021 മോഡലാണ്. ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത്. വരാൻ പോകുന്ന വണ്ടി 2021 മോഡൽ ഡീസൽ മാനുവൽ വണ്ടിയാണ്. ഏത് ഓപ്ഷൻ? അത് 80D ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ആനിവേഴ്സറി എഡിഷൻ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇറക്കിയിട്ടുള്ളൂ? അത് ഈ പറയുന്ന പോലെ പനോരമിക് സൺറൂഫ് ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ആ ഫുൾ ഓപ്ഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 360 ഡിഗ്രി ക്യാമറയും വെന്റിലേഷൻ സീറ്റും ഇല്ല. ആ രണ്ടൊഴികെ ബാക്കി എല്ലാ ഓപ്ഷൻസും എല്ലാം വരുന്നുണ്ട്. ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, സ്ക്രീന്, ക്യാമറ എല്ലാം വരും. പനോരമിക് സൺറൂഫ് എല്ലാം. ഡീസൽ മാനുവൽ ആണ്. ഒരു 14 മൈലേജ് ഉണ്ടാവും. പിന്നെ 16 മൈലേജ് കിട്ടും. 16 മൈലേജ് കിട്ടും. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. എല്ലാ സേഫ്റ്റിയും എല്ലാം ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ്. പക്കാ പ്രീമിയം വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കുന്നത്? 49,000 രൂപ സെക്കൻഡ് ഓണർ ആണ്. അതെവിടെയാണ് രജിസ്ട്രേഷൻ? ഓർമ്മ വടകര KL18. ഓക്കെ, അപ്പം അത് ഈ പറയുന്ന പോലെ പുതിയതിൻ്റെ അതിൻ്റെ റേറ്റ് കസ്റ്റമർ എടുത്ത സമയത്ത് 34 രൂപയാണ്. അപ്പം നമുക്ക് ഒരു ഏകദേശം പകുതിയിലേക്ക് എത്തുന്ന രീതിയിൽ 17,90 ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ്. അതിൻ്റെ കളർ എന്താ? ഇത് തന്നെയാണ്, ബ്ലാക്ക് കളർ. ബ്ലാക്ക് വണ്ടി ഇപ്പോൾ 17,90. 17,90 ഡീസൽ മാനുവൽ ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ആനിവേഴ്സറി എഡിഷനാണ്, സ്പെഷ്യൽ എഡിഷൻ. ഒരു 90% ലോണും കിട്ടും, സുഖമായിട്ട് കിട്ടും. അടുത്തത് ഒരു i20 വന്നിരിക്കുകയാണ്. KL56 രജിസ്ട്രേഷൻ ആണ്. എലൈറ്റ് ഷേപ്പ് ടോപ്പനാണ്. ഇത് ആസ്റ്റയാണ്. ആസ്റ്റ ഓപ്ഷനിലാണോ? ഓപ്ഷനല്ല, ആസ്റ്റയാണ്. 2016 മോഡൽ ആസ്റ്റേ ഉള്ളൂ അല്ലേ? അതെ. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ് ബട്ടണ്, 6 എയർ ബാഗ് ഉണ്ടാവില്ല. ആ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ആ ഒരു ഡിഫറൻസ് മാത്രം. ഓക്കെ, അതിൽ തന്നെ ഇവര് ഡാഷ് ക്യാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. ഓക്കെ, ഡാഷ് ക്യാം ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. അതെ. തലതിരിഞ്ഞ ഡ്രൈവിംഗ് പലരും നടത്തുന്നതുകൊണ്ട് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഡാഷ് ക്യാം. കമ്പനി ഡാഷ് ക്യാം അല്ല ഞാൻ പറയുന്നത്, കാറിന് ചുറ്റിലും എല്ലാ വണ്ടി ചുറ്റിലും ക്യാമറ ഉണ്ട്. എൻ്റെ ഒരു അങ്ങനത്തെ ഏതൊക്കെയോ ബ്രാൻഡില് കമ്പനി തന്നെ അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. വെറുതെ സറൗണ്ടിങ്സ് കാണാനല്ല, റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2016 മോഡലാണ്. ആസ്റ്റ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. 91,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. 16
16 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നല്ലൊരു വണ്ടിയാണ്. പെട്രോൾ മാനുവൽ വാഹനം. മൈലേജ് ഒരു 11 to 14 ആ റേഞ്ച് കണ്ടാൽ മതി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതായത് റീപെയിന്റ് ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മേജറായിട്ട് ആക്സിഡന്റ്, ബോണറ്റ്, ഡിക്കി, ഗ്ലാസ്, ഡോർ, അങ്ങനത്തെ സംവിധാനം ഇല്ല. ഓക്കെ. അപ്പോൾ നല്ലൊരു എലൈറ്റ് i20 എന്താ നമുക്ക് കൺവേർട്ട് ചെയ്യണേ ചെയ്യാം, CNG-യിലേക്ക് കൺവേർട്ട് ചെയ്യണേ ചെയ്യാം. പിന്നെ അത്യാവശ്യം മൈലേജും കിട്ടും, ഇതും ഉണ്ടാവും അല്ലേ, കംഫർട്ട് പെർഫോമൻസും നല്ലതാണ്. i20ന്റെ അടിപൊളിയാണ്. ഒരു പ്രീമിയം കാറ്റഗറിയാണ്, പ്രീമിയം ഹാഷ് ബാക്കിൽ വരുന്ന സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? 4,90,000. 2016 ആസ്റ്റ 490 സിംഗിൾ ഓണർഷിപ്പ് i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 490. ചോദ്യം കുറച്ച് കൊടുക്കാം അല്ലേ? ചെറിയ മാറ്റം ചെയ്യാം, കാരണം ഓൾറെഡി അത്രയും കുറച്ചിട്ടാണ് ആ വണ്ടിക്ക് റേറ്റ് ഇട്ടത്. നമ്മൾ ഈ വീഡിയോ ഒക്കെ ആയിട്ട് ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ചെറിയൊരു മാറ്റം. ഓട്ടം പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, പെട്രോൾ ആണ്, വലിയൊരു മെയിൻ്റെനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ. ലോണ് 4 lakh കിട്ടുമോ? 4 lakh കയറും, സുഖമായിട്ട് കയറും. ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. XUV 500 ആണ്. കേരള 58 തലശ്ശേരി രജിസ്ട്രേഷൻ. ഓക്കെ. മൊത്തത്തിലൊന്ന് പൊടി പിടിച്ച് എടുക്കാണല്ലോ. ഒന്ന് ഇപ്പം എക്സ്ചേഞ്ച് ആയിട്ട് വന്നായിരുന്നു വണ്ടി. അപ്പോൾ MG Hector എടുത്തവര് ഇത് എക്സ്ചേഞ്ച് ചെയ്താണ്, വന്നിട്ടേ ഉള്ളൂ. ഒന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ കിടക്കാണ്. പറഞ്ഞോളൂ എങ്ങനെയാ കാര്യങ്ങൾ. ഇത് 2016 മോഡലാണ്. W10 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. 16 1.15 ഓടിയ വണ്ടിയാണ്. പിന്നെ ഡീസൽ, ഓട്ടോമാറ്റിക്. ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് XUV 500 ആണ്. ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ട്, പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു വണ്ടി ഇപ്പൊ ഇല്ല. മഹീന്ദ്രയിൽ ഏറ്റവും മൂവിങ് ചെയ്തിട്ടുള്ള വണ്ടികളിൽ ഒന്നായിരിക്കും. അതെ, ഒന്നാണിത്. ആ ഒരു സ്റ്റൈലിഷ് ഇപ്പൊ 700 പോലെ ഇതിന്റെ ഒരു സ്റ്റൈലിലേക്ക് എത്തുന്നില്ല. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ കൂടി പേഴ്സണലി എന്റെ അഭിപ്രായം പറയാണ്, വേറെ ഒന്നുമല്ല, സ്റ്റൈലിലേക്ക് എത്തുന്നില്ല. ഇതിൽ തന്നെ 10 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ആണ് 2016 മോഡൽ W10 7 സീറ്റർ ആണ്. ഫുൾ ഹിസ്റ്ററി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഹിസ്റ്ററി, കമ്പനി ഹിസ്റ്ററി ഉണ്ട്, ഫുള്ളായിട്ടൊക്കെ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കലി ഫിറ്റ് ആണ്. ഇതിലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, മേജർ ആക്സിഡന്റുകളില്ല. റീപെയിന്റ്, ബമ്പർ മാറാതൊക്കെ ആയിട്ട് നടക്കുന്ന സംഭവം. മേജർ ആയിട്ടുള്ള പാർട്ട് മാറോ, മേജറായിട്ട് ഇത് പറ്റുമൊന്നുമില്ല. എഞ്ചിൻ വർക്ക് എടുക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇതിപ്പോൾ നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 7,90,000 രൂപ. 7,90,000 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ റേറ്റ്? ഇതെനിക്ക് തോന്നുന്നു ഇതിന്റെ മാർക്കറ്റ് റേറ്റ് ഏതാണ്ട് ഒരു 9 രൂപ. കേരള വണ്ടിയാണ്. 7,90,000 2016 W10 ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ വണ്ടി? ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 7,90,000 ചോദ്യം. റേറ്റ് എന്തായാലും മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ. ഒരു 6 വരെയൊക്കെ ലോൺ കിട്ടും. 6 വരെയൊക്കെ ലോൺ കിട്ടും. 6.5 ലോൺ കയറും. 6.5 ആ റേഞ്ച് ലോൺ കയറും. ഇപ്പോൾ വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇല്ല, ഇതിന്റെ ടയേഴ്സ് ഒരു ആവറേജ് ടയറേ ഉള്ളൂ. പിന്നെ എടുക്കുന്ന കസ്റ്റമറിന് ചിലപ്പോൾ ടയർ മാറേണ്ടി വന്നേക്കാം. അത് വേണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് റേറ്റിൽ എന്തെങ്കിലും മാറ്റം ചെയ്യാം, അല്ലെങ്കിൽ ടയർ ബാക്കി നിങ്ങൾ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കൂലേ? പിന്നെ എല്ലാം വൃത്തിയാക്കി കൊടുക്കും. അതൊക്കെ ചെയ്ത് കൊടുക്കും. വൃത്തിയാക്കിയിട്ടില്ല, അങ്ങനെ അങ്ങ് എടുത്ത് പിന്നെ വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ട് പെട്ടെന്ന് എടുത്ത്. ശരി. 7,90,000 2016 W10 ഡീസൽ ഓട്ടോമാറ്റിക് XUV 500 കൊണ്ടുപോകാം. ഒരു 12 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. 12 റേഞ്ചൊക്കെയാണ് അതിന്റെ മൈലേജ് റേഞ്ച് ഏകദേശം. അത്രേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ നിർത്താണ്. കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നത് ഒന്ന് കാണിച്ചു തന്നില്ല. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി പുതിയ സ്റ്റോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഒരു വലിയ സ്റ്റോക്കിലുള്ള വീഡിയോ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ പെട്ടെന്ന് തന്നെ വരും. ഒരു വീക്കിനുള്ളിൽ തന്നെ നമ്മൾ ആ വണ്ടി കുറേ പെയിന്റിങ്ങിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചോളൂ, ചിലപ്പോൾ അത് സെറ്റ് ആവുകയാണെങ്കിൽ എടുക്കാം, ആ വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. കോഴിക്കോട് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്, മാങ്കാവ് തിരുവണ്ണൂർ ക്യാപ്സ് കാസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ഷെയർസ് തരിക, ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റ്സിൽ രേഖപ്പെടുത്തുക. ഒന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവുക. 6 ലക്ഷത്തിലേക്ക് ആവാറായി നമ്മുടെ ഫാമിലി. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി. അനസേ, ഇത്രയും നേരം സഹകരിച്ചതിന് പെരുത്ത് നന്ദി. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.